ആത്മാവിന്റെ ജനനം ജീവൻ തുടങ്ങുമ്പോഴാണ് പറയുന്നത്. അപ്പൊ ആ ജീവൻ നശിക്കുന്ന സമയത്തും ആത്മാവ് തീർന്നു. അതിനുശേഷം പിന്നെ ആത്മാവിന് സ്ഥാനമുണ്ടോ? ആത്മാവിന് സ്ഥാനമില്ല. പക്ഷെ അദ്ദേഹം പകർന്നിരിക്കുന്ന ആത്മശക്തിക്ക് വൈപ്പോകും. അതായത് അദ്ദേഹം പകർന്നിരിക്കുന്ന അറിവിന് പ്രാധാന്യമുണ്ട്. അറിവ് നിലനിൽക്കുന്നുണ്ട്. അതിനാണ് ഇവര് ആത്മാവിനെ ആവാഹിക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള പ്രശ്നം. ആത്മാവിനെ അല്ല ആവാഹിക്കേണ്ടത്, ആത്മശക്തിയെയാണ്. ആത്മശക്തിയെ ആവാഹിച്ച് ഒന്നിച്ചാക്കിയിട്ട് അത് ഗ്രന്ഥമാക്കാം. അങ്ങനെ ആവാഹിക്കാം. അയാളെ കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യാം, അയാളെ കുറിച്ച് ചലച്ചിത്രം നിർമ്മിക്കാം, അയാളെ കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതാം. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് ആത്മാവിന് കൂടുവിട്ട് കൂടുമാറാൻ പറ്റില്ല, സാധിക്കില്ല. അറിവിനും കൂടുവിട്ട് കൂടുമാറാൻ സാധിക്കില്ല. അറിവിന് കൂടുവിട്ട് കൂടുമാറാം. എന്റെ അറിവിനെ അങ്ങയിലേക്ക് പകരാം, അങ്ങയുടെ അറിവിനെ എനിക്കും പകരാം. അറിവിന് ആത്മശക്തിക്ക് കൂടുവിട്ട് കൂടുമാറാൻ ആത്മശക്തിക്ക് പറ്റും, ആത്മാവിന് പറ്റും. ആത്മാവ് തീർന്നു, ജീവൻ പോയി. അതെ, ഇത് ആത്മശക്തിയാണ് നിലനിൽക്കുന്നത്. അതെ. അപ്പൊ ഈ ആത്മാവെന്നുള്ള പേരിൽ പറഞ്ഞുകൊണ്ട് ആത്മശക്തിയുടെ പുറകെ പോയിട്ട് ഇവരെ അറിവിനെ തേടുന്നുണ്ടോ? എവിടെ? ഈ പിടിക്കാൻ പോകുന്നത് ഇപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സംഭവമുണ്ട്. വിഷ്ണുവും ബ്രഹ്മാവും ശിവനും ഒന്നാണ്, ത്രിമൂർത്തികൾ ഒന്നാണ്. ഏതെങ്കിലും ഒന്ന് പോയാൽ ബാക്കി രണ്ടും നഷ്ടപ്പെട്ടു. അതായത് ശരീരം, മനസ്സ്, ആത്മാവ് എന്ന് പറയുന്ന ആ ത്രിഗുണ വൈഭവം എപ്പോൾ പിരിഞ്ഞോ, ഏതൊന്ന് പിരിഞ്ഞോ അവിടെ മരണം സംഭവിക്കും. അപ്പോ കാലങ്ങളായിട്ട്, തലമുറകളായിട്ട് ഇവിടെ ജീവിച്ച് മരിച്ചിട്ടുള്ള, വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അന്ധതയിലേക്ക് നയിക്കുന്ന, അവരെയും കൊണ്ട് അവരുടെ ആ സൗഭാഗ്യങ്ങളെ മുഴുവൻ കവർന്നെടുത്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണല്ലോ ഇന്നത്തെ ആചാര്യന്മാര്. ആത്മാവിനെ ആവാഹിച്ച് നിങ്ങളുടെ മുഴുവൻ ശുദ്ധിയും വരും, നിങ്ങളെല്ലാം നല്ലത് വരാൻ വേണ്ടി നിങ്ങളുടെ മരിച്ചുപോയ ആത്മാക്കളെല്ലാം ഞങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതിൽ ഒരർത്ഥവുമില്ലല്ലോ. എവിടുന്ന്? അതായത് നമ്മളുടെ പൂർവികർ തൊട്ടുള്ള മാത്രവുമല്ല, എല്ലാ വർഷവും നമ്മുടെ അന്ത്യം വരെ നമ്മളിതിന് ഈ ആത്മാവിന് കൊണ്ടുപോയ ആളിന് വേണ്ടി തൊഴുത് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് വേണ്ടത് കാണുമ്പം ഗുരുതുല്യനായി കാണുകയും അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കുകയും എത്ര കൊടുത്താലും മതിയാവില്ലാത്തവർ കൊടുക്കുകയും ചെയ്ത് അദ്ദേഹത്തെ ആ സംവിധാനത്തെ, ഒരാളിനെ അല്ല, ആ സംവിധാനം തഴച്ചു വളരുന്ന നമ്മളിവിടെ കാണുന്നത്. ആത്മാവിനെ ആവാഹിക്കുന്ന കേന്ദ്രങ്ങളൊക്കെ ഇന്ന് ഭയങ്കരമായിട്ട് സാമ്പത്തികം വളർന്നുകൊണ്ടിരിക്കുക. അതായത് നമ്മളുടെ പൂർവികരുടെ ആത്മാവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആത്മാവിനെ ആവാഹിച്ചു എന്ന് പറയുന്ന ആ കേന്ദ്രങ്ങളിലൊക്കെ ആത്മാവ് ഇങ്ങനെ പർവ്വതം പോലെ, ഹിമാലയ പർവ്വതം പോലെ ആത്മാക്കളുടെ ഒരു കൂട്ടം ഉണ്ടാവണമല്ലോ. അതായത് നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകളുടെ ആത്മശക്തിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ പകർന്നു തന്നിരിക്കുന്ന അറിവുകൾ ഗ്രന്ഥരൂപത്തിലും അല്ലാതെയും അവരെല്ലാം പകർന്നു തന്നിരിക്കുന്ന ആത്മവൈഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവരുടെ ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ല. നമ്മളുടെ ആത്മശക്തി അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. കാരണം ശിഷ്യന്മാരുടെ കുറച്ച് പേർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, വീട്ടിൽ കുറച്ച് പറഞ്ഞ്, കൂട്ടുകാരോട് കുറച്ച് പറഞ്ഞ് അറിവുകൾ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയും. കാരണം അയാൾ എന്താണ് ഉദ്ദേശിച്ചത് അത് സാക്ഷാത്കരിക്കപ്പെട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ആ പ്രയോഗം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് അവിടെ ശരീരം വിട്ടിട്ട് മാറി നിൽക്കുക. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി, ഇതും കൂടി പറയാം. ഒരു ഹോസ്പിറ്റലിൽ നമ്മളുടെ ഇതുപോലെയുള്ള ഒരു വ്യക്തി, ഈ ആത്മാവിനെ പിടിക്കാൻ നടക്കുന്ന ഒരു വ്യക്തി ചെന്നപ്പോൾ ആ ഒരു രോഗി ശരീരം ഒരു ആക്സിഡൻ്റായിട്ട് വന്നിട്ട് അയാൾ മരിച്ചു. അവരുടെ ആത്മാവിനെ ഈ കിടക്കുന്ന ആൾ കണ്ടു, ഈ ആത്മാവിനെ പിടിക്കാൻ നടക്കുന്ന ആൾ കണ്ടു. ആ ആത്മാവ് വാവിട്ട് കരയുകയാണ്. കാരണം എനിക്ക് ശരീരത്തിലേക്ക് തിരിച്ചു കയറാൻ പറ്റുന്നില്ല. വളരെ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. ആ ആത്മാവിനെ അവർ ആശ്വസിപ്പിച്ചു. കാരണം ചതഞ്ഞരിഞ്ഞു പോയിരുന്നു ഈ ബോഡി. തിരിച്ച് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ശരീരത്തിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടവരുണ്ടല്ലേ? അങ്ങനെ അത്രയും പച്ചെന്നാണ് പറയുന്ന രീതിയിലുള്ള ആളുകൾ നമ്മളുടെ വരും തലമുറകളെ, നമ്മളുടെ കുഞ്ഞു മക്കളെ ആത്മാവുണ്ട്, പ്രേതമുണ്ട്, ഭൂതമുണ്ട് ഭീതിയിലാഴ്ത്താൻ വേണ്ടി ജീവനം തന്നെ നശിക്കും. അതെ, അവര് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന സംവിധാനമാണ്. സത്യത്തിൽ ഈ ആത്മാക്കളെ പിടിക്കാൻ നടക്കുന്ന, ഇല്ലാത്ത ആത്മാക്കളെ പിടിക്കാൻ നടക്കുന്ന ആള് ഈ ആത്മശക്തിയെ, അങ്ങയുടെ ഈ മൊബൈല് ഇതിനകത്ത് ഇപ്പൊ ഇലക്ട്രോണിന്റെ വൈഫോ ഉണ്ടല്ലോ, ഉണ്ട്. അത് ആ ഇലക്ട്രോണിന്റെ വൈഫോ തീർന്നു പോയാൽ, ആ ചാർജ് തീർന്നു പോയാൽ, ചാർജ് എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് മാറി നിൽക്കുകയാണ്. അല്ല, തീർന്നു പോയില്ല. തീർന്നു. അതെ, ഇല്ല. ഈ മരിച്ച ആളുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ മനസ്സ് അലഞ്ഞു തിരിയണ്ടേ?
ശരീരവും അലഞ്ഞു തിരിയണ്ടേ? ശരീരം ഇങ്ങനെ നടക്കണം. ആണോ? അപ്പൊ ഇത് ഈ പറയുന്നതിൽ എന്താണ്? പിന്നെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് മാത്രമാണ് ഈ ആത്മാവ് അലയുന്ന പരിപാടിയുള്ളൂ. കൂട്ടിനെ തിന്നിട്ടും കാളയെ തിന്നിട്ടും ആടിനെ തിന്നിട്ടും മുഴുവൻ പക്ഷികളെയും ഭക്ഷിച്ചിട്ടും മുട്ട കഴിച്ചിട്ടും സകലത്തിനെയും ക്രൂരമായിട്ടും അല്ല മത്സ്യങ്ങളെ മുഴുവൻ ക്രൂരമായിട്ട് കൊന്നിട്ട് മൃഷ്ടാന്ന ഭോജനം നടത്തിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒരാത്മാവും പോത്തിന്റെ ആത്മാവൊന്നും വന്ന് ശല്യം ചെയ്യല. ഇല്ല. പോത്തിനെ കഴിക്കാം. ആ, അപ്പൊ അവർക്കൊന്നും ആത്മാവില്ല. മരണശേഷം ആത്മാവും നമ്മളെ ശല്യപ്പെടുത്തില്ലെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം നമുക്കുണ്ട്. ഈ അറിവ് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്കൊരു അപേക്ഷ ഈ ആചാര്യന്മാരോട്, ഈ ആത്മാവിനെ പിടിക്കാൻ നടക്കുന്നവരോട് ഉള്ളത്.